അത്രേ ഉള്ളൂ. ഒരുത്തിനണങ്ങിയില്ല. കാരണം പറഞ്ഞത് വാക്കാണ്. കാരണം ആലോചിച്ചാൽ മുമ്പിൽ ഇത്രയും ആൾക്കാർ നിൽക്കുകയാണേ, മുമ്പിൽ നോക്കിയാണ് ഇയാളുടെ ഒരു തോക്കുകൊണ്ട് മുമ്പിൽ ഇത്രയും അണിയാളിൽ നിൽക്കണം. ഇയാളെ ഒറ്റ വാക്കിൽ പറഞ്ഞ് എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുത്തിന് തല കാണില്ല. എന്തോ ഒരു വാക്ക് പറഞ്ഞു, ആ വാക്ക് പറഞ്ഞു വെച്ചാൽ തല കാണൂല. അങ്ങനത്തെ ഒരു സെന്റൻസാ പറഞ്ഞത്. അയാള് 4-5 ലാംഗ്വേജ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കും. ഫ്ലുവന്റ് ആയിട്ട്, അതായത് നമുക്കിപ്പോ ഫ്രഞ്ച് കുറച്ചൊക്കെ അറിയാം, അങ്ങനെയല്ല. ഫ്ലുവന്റ് ആയിട്ട് 4-5 ഭാഷ. ബാംഗ്ലൂരിലെ ആൾക്കാർ 5 ഭാഷ സംസാരിക്കും. ലോകത്തിൽ നല്ല സ്കില്ലുള്ള നേതാക്കന്മാരാ. ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലോ, നമ്മളെ 5 ഭാഷ. ഇവരെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചീഫ് സെക്രട്ടറിമാരെ നിയോഗിക്കുന്നില്ലേ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ, അത് ചീഫ് സെക്രട്ടറിമാരെ അതിന്റേതായ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് അവർ എടുക്കും. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഫോറിൻ മിനിസ്റ്റേഴ്സ് മറ്റേ സുബ്രഹ്മണ്യം, അവിടെ എന്തൊരു സുബ്രഹ്മണ്യ, ഭയങ്കര വിവരമുള്ള മനുഷ്യനാണ്. പക്ഷെങ്കില് അവരൊക്കെ എടുക്കുമ്പോ അവർക്ക് പല ലാംഗ്വേജ്. അവരാണ് ഇപ്പൊ സൗദി പോയി നരേന്ദ്രമോദി, ഇപ്പൊ സൗദി രാജാ അറബിയിൽ സംസാരിക്കുക, കൺവേർട്ട് ചെയ്ത് ഇംഗ്ലീഷോ ഹിന്ദിയിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതിന്റെ മറുപടി അവർക്ക് പറയുന്ന രൂപത്തിൽ അറബി പറഞ്ഞു കൊടുക്കേണ്ടി വരും. ട്രാൻസ്ലേറ്റർ ആയിരിക്കും, അവരൊന്നും പറയൂല. ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കും ട്രാൻസ്ലേഷൻ ചെയ്തിട്ട്. പക്ഷെ എനിക്കിപ്പോ ഉറപ്പുണ്ട് ഇന്ത്യയിൽ അങ്ങനെയൊന്നും പെട്ടെന്ന് ഒരു രാജ്യം തോന്നില്ല. പാകിസ്ഥാനോല്ലോ ഇങ്ങനെ പാകിസ്ഥാൻ ഭയങ്കര ധീരന്മാരാന്നാ ഞാൻ വിചാരിക്കും. കാരണം എന്താ അറിയോ, ഒരു ഇന്ത്യ തൊടുന്നുണ്ടല്ലോ, അല്ലല്ല അവർക്ക് ധൈര്യം ഉണ്ട്. കാരണം എന്താ പറയാ, ഇന്ത്യനെ ഒരു അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് ചെറിയൊരു ഇന്ത്യ ഒന്ന് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. ശ്രീലങ്കക്ക് ഒന്നുമില്ല. ഏഷ്യൻ രാജ്യത്തിലേക്ക് ഇപ്പൊ പൈസ ഉള്ള ഇപ്പൊ ഇന്ത്യക്കെ ഉള്ളൂ. അത്യാവശ്യം ബംഗ്ലാദേശ് കയറി വരുന്നുണ്ട് തോന്നുന്നു. ഷെയ്ഖ് ഹസീനയുടെ അവളൊക്കെ എത്ര കാലായിട്ടുണ്ട് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഒരു സപ്പോർട്ടായതുകൊണ്ടാ. സപ്പോർട്ടായണ്ട ഇന്ത്യ ഒരു വേൾഡ് രാജ്യത്തിന്റെ സൂപ്പർ പവർ തന്നെയാണ്. സൂപ്പർ പവറാ. അല്ല, അതിപ്പോ ഞാനിപ്പോ വാർച്ച സംഭവം ഒരു 4-5 മാസം മുന്നിൽ യുഎസിന്റെ ഡോളർ മാറിയിട്ട് ഇനിയിപ്പം കറൻസി അത് ആലോചിക്കുന്നുണ്ട്. അത് വരുന്നുണ്ട്, റഷ്യ ഇന്ത്യ തമ്മിലുള്ള വിനിമയം നടത്താൻ. കാരണം ഇപ്പൊ ഈ എണ്ണ വെക്കുന്നത് യുഎസ് ഡോളറാണ്. അത് ഇവര് കുറച്ച് കൊണ്ടുപോകും. അതും യുഎസ് ഡോളേഴ്സിന് സമ്മതിക്കില്ലല്ലോ, സമ്മതിക്കില്ല. അതിന് പകരമായിട്ട് ചൈന എന്നോ അല്ലെങ്കിൽ യുഎസ് കൊണ്ടുപോകില്ല, ഇന്ത്യൻ കറൻസിന് എന്തോ അങ്ങനെ എന്തോ ഇന്ത്യൻ കറൻസി ആക്കാൻ പോകുന്നത്. അതായത് ഓയിൽ വിൽക്കുന്നത് അത് ഗ്രാജുവൽ ഉണ്ടല്ലോ. ഈ പറഞ്ഞ യുഎസ് ഡോളർ ഇങ്ങനെ ഉണ്ടായത് എങ്ങനെയാണ്, കാലങ്ങളുണ്ടായതാണ്. ഇത് വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ തീരുമാനിച്ച് ഇപ്പൊ വരാൻ പോകും. വരുന്നുണ്ടെങ്കിൽ തന്നെ കാലങ്ങളെടുക്കും. ആ സമയത്തൊക്കെ ആ സമയത്തൊക്കെ ചിലപ്പോ ക്രിപ്റ്റോ ആയിരിക്കും കളിക്കുക കൊറേ കാലങ്ങള്. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടത്തുന്നതാണെങ്കിൽ ഇന്ത്യനെ ഇപ്പോ ചൈനക്കും റഷ്യക്കും പിന്നെ അമേരിക്കൊക്കെ ഇന്ത്യനെ തോൽപ്പിക്കാൻ എന്നാലും പോരാടാൻ പറ്റും. അമേരിക്കൊക്കെ എല്ലാം ഉണ്ട്. ഇങ്ങനെ പണ്ടേ ഒരു പേര് വന്നിട്ടില്ല, അവരൊരു ഒന്നിനും കൊള്ളൂല. ഊറ്റി കുടിക്കുന്ന ആൾക്കാർ. അതിന്റെ സൈഡ് എഫക്ട് പൈസ ഓരോ വരുമാനതല്ലേ, മനസ്സിലായി. ആയുധങ്ങൾ വിൽക്കുക. യുക്രൈൻ പെട്ടുപോയി അങ്ങനെയല്ലേ ഇവരെ വിശ്വസിച്ചിട്ട്. റഷ്യന് അത് കാരണം എന്താ അറിയോ, ഇവര് നാറ്റോയിൽ ചേർന്ന് കഴിഞ്ഞാല് ആർക്ക ഭീഷണി റഷ്യക്കാണ്. റഷ്യ നോക്കിക്കോ, ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ നോക്കിക്കോ. ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷേ ഞാൻ റഷ്യനെ ഒന്ന് കുറ്റം അറിഞ്ഞ പുടിനെ യുദ്ധം തുടങ്ങുമ്പോ കുറെ ആള് നോക്കുമ്പോ ഇവര് ചോദിച്ചു വാങ്ങിയ ഒരു കൊറേ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങള് വരല്ലേ ഞമ്മള് അടിക്കുവാൻ പറഞ്ഞിട്ട്. അതെ കൊറേ പറഞ്ഞു. 500 ദിവസമായി തുടങ്ങി. ഇപ്പോഴും മൂപ്പിക്കുക തന്നെ അവര്. ഇപ്പോഴും യുക്രൈന് മൂപ്പിക്കുക. ഇപ്പൊ യുക്രൈന്റെ സൈന്യം പിന്നെ മറ്റേ എന്തൊക്കെ കൊടുത്തിട്ട് മറ്റേതൊന്നും ഇല്ല. അയച്ചുകൊടുക്കുക. മരിച്ചുപോയി. ഉള്ള സാധാരണക്കാരൊക്കെ ഒന്ന് മോട്ടിവേഷൻ ഒറ്റ രാത്രി കൊണ്ട് തീർക്കാതെ ഉള്ളൂ. ഒരു സാർബോംബ് അത് വായിച്ചാൽ 54,000 പേര് മരണപ്പെട്ടെന്ന് പറഞ്ഞു. ശരിക്കുള്ള കണക്കൊന്നും കിട്ടിയിട്ടൊന്നും മരിച്ചിട്ടുണ്ടാവും. റഷ്യക്ക് വലിയ നാശമൊന്നും വന്നിട്ടില്ല. ഇവിടെ കാനഡയിൽ എപ്പോഴും റഷ്യക്കെതിരായിട്ടുള്ള ന്യൂസേ കാണിക്കുന്നു. അതാണല്ലേ, അതായത് യുഎസും കാനഡ ഒന്നല്ലേ, അതുകൊണ്ട് റഷ്യക്ക് ഒരു നിമിഷം മതി അവരെ തകർക്കാൻ. ഇങ്ങനെ നീട്ടിക്കൊണ്ടോണ്ട ആവശ്യമൊന്നുമില്ല. അതെന്താണ്, ഈ യുഎസും ഈ കാനഡയും ഒക്കെ ഇങ്ങനെ സപ്ലൈ ചെയ്തോണ്ടിരിക്കുക. മനസ്സിലായോ, പൈസയും ആയുധവും കോളനി ചെയ്തോണ്ടിരിക്കുക. ഒരു രാജ്യത്ത് നിന്നിട്ട് ആ രാജ്യത്തിനെ കുറ്റം പറയരുത്. ശരിയാ. പക്ഷെ സത്യം ഇന്നാളെ ന്യൂസ് കണ്ടില്ലായിരുന്നോ, എത്ര കോടി രൂപയ്ക്ക് യുഎസിന്റെ സാധനം മേടിച്ചിട്ട് ഉക്രൈന് കാനഡ കൊടുത്തു. മനസ്സിലായോ, നമ്മളൊക്കെ ടാക്സ് അടയ്ക്കുന്ന പൈസ. പക്ഷെ കാനഡ
ഉണ്ടാവുള്ളൂ. മെക്സിക്കോ അതൊക്കെ സപ്പോർട്ട് കൊടുത്താൽ മെക്സിക്കോ ഒന്നും സപ്പോർട്ട് ഒന്നുമില്ല. മതി അതുണ്ടെങ്കിൽ അതുപോലെ ഇവര് നിൽക്കുന്നത് ധൈര്യം. കാനഡ നിൽക്കാൻ പറഞ്ഞാലോ അതെന്താണോ അത് ചെയ്യുക. US സത്യം പറഞ്ഞാല് US ഇത്രയും ഭയങ്കര ശക്തിയായത്. ഇപ്പൊ ഇന്ത്യക്ക് ചുറ്റുമുള്ള സ്ഥലം മൊത്തം എന്താ ഇന്ത്യക്കാളിൽ താന്ന് കിടക്കുന്നത്. അതുപോലെയുള്ള US ഇത്രയും വലിയ ഒരു പെണ്ണിങ്ങനെ സ്ട്രീറ്റിൽ കിടക്കുന്ന പാവട്ടോ. അതുപോലെ US ചുറ്റുമുള്ള സ്ഥലം US-നേക്കാളും മേലെ വരത്തില്ല. സ്ഥലം സ്കാർബറോ നല്ലല്ല, ഇവിടെ പോരല്ലേ, സൈലന്റ് ആണ് ഏരിയ. എന്ത് പൈസ ഉണ്ടാക്കണ്ടോ ആ സ്ഥലം നല്ലത്. ഇവിടെ അവർക്ക് ആ വൈഫിന് നല്ല പൈസ ഇട്ടില്ലെങ്കിൽ ഗുഡ്. അല്ല എനിക്ക് നമ്മള് വന്ന സ്ഥലം 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഇത് കുറെ സൈലന്റ് ആണ് ഏരിയ. ശരി, ഇഷ്ടപ്പെട്ടില്ല. അല്ല പക്ഷെ അവര് ആളുമില്ല അല്ലേ. ഞാനതിപ്പോ വായിച്ചത് ഒരു ന്യൂസിൽ കണ്ടാണ് ഏറ്റവും ഡിപ്രഷൻ പിടിച്ച സ്ഥലം കാനഡയിലെ അതാ ബിൽഡിംഗ് ഒക്കെ വെക്കിയ. നമ്മള് ഡൗൺ ടൗൺ അല്ലല്ലോ ഇതുപോലെ എന്തോ ലണ്ടനാണ്. ലണ്ടൻ ഡൗൺ ടൗണിലോട്ട് അല്ല കാനഡയില് ഞാനിപ്പോ ഒരു സംഭവം യൂട്യൂബ് ചാനൽ കണ്ടതാണ്. കാനഡ സിറ്റി ഏറ്റവും ഡിപ്രഷൻ പിടിച്ച സിറ്റി ഇല്ല, നമുക്കിപ്പോ ഫസ്റ്റ് വരുമ്പോ തന്നെ ഡിപ്രഷൻ ആയില്ലേ? എന്ത് പറയാനാ? എനിക്ക് ഫസ്റ്റ് വന്നപ്പോ തന്നെ പിടിച്ചു. എന്തേ ഒരു സ്ഥലം ഇവിടെ ഇവിടെ പോലീസ് വ്യത്യാസമാണല്ലോ. ഓരോരുത്തരും ഓരോ കളറാണ്. ഒരു ലണ്ടൻ കളർ പോലീസ്. ലണ്ടൻ കളർ നമ്മള് പോലീസ് പെട്ടെന്ന് വരുമ്പോ ബാക്ക് വരുമ്പോ നമ്മൾ ഏത് സൈഡിലേക്ക് ഒതുക്കി എത്തണ്ടേ? അപ്പുറത്തെ സൈഡിലോട്ട്. അപ്പുറത്തെ സൈഡ് സ്ഥലം ഇല്ലെങ്കിൽ ഉള്ളിടത്ത് നിർത്തിയിടുക. ബാക്കി ഒരു നോക്കിക്കോളൂ. ഇല്ലെങ്കിൽ റൈറ്റിലേക്ക് മാറ്റല്ല. റൈറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ റൈറ്റിലോട്ട് വണ്ടി ഇടും. അവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കും അല്ലേ? പോലീസ് ആയാലും മറ്റേ പാരമെഡിക് ആയാലും മറ്റേ ഫയർഫോഴ്സ് ആയാലും എമർജൻസി. സ്പേസ് ഇല്ലെങ്കിൽ അല്ല അത് നമുക്ക് അവർ ലൈറ്റ് അടിച്ച് കാണിക്കുമല്ലോ ആ ലൈറ്റ്. ലൈറ്റ് ഒന്നും കാണിക്കും. അല്ല അവരെങ്ങനെ കാണിക്കും നമ്മൾ സിഗ്നൽ അല്ല മറ്റേ ആ സാധനം നീലം ചുമലയും ഇത് കഴിഞ്ഞാൽ നമ്മള് മാറ്റി സൗണ്ട് കൊണ്ട് മാറ്റിക്കോണം. അതല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ടിക്കറ്റ് അടിച്ചാൽ ഓ ടിക്കറ്റ് അടിച്ചാൽ ക്യാൻസൽ ചെയ്ത് തരൂലേ? വീടൊന്നും കാണുന്നില്ലല്ലോ. സത്യം ഏതെങ്കിലും ഫ്ലാറ്റാണ്. ഇനി ഇതുണ്ട് വാൾമാർട്ട് മറ്റേ തൊട്ടടുത്തൊരു ഷോപ്പ്. നീ പോയിണോ? ആ ഓക്കെ. ഇവനെ അറിയില്ല. ഇത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ജനവാസമുള്ള ഏരിയ വരെയായിരിക്കും. ശരിക്കും ഡിപ്രഷൻ ഉണ്ട്. ലണ്ടനിലെ സർവേ പറഞ്ഞ ശരിയാ. ഞാൻ വീഡിയോ കണ്ടാണ്, യൂട്യൂബ് ചാനൽ കണ്ടാണ്. അത്യാവശ്യം വലിയൊരു. അപ്പൊ ഈ ഇവിടൊക്കെ പോയി കഴിഞ്ഞാല് കൂടുതൽ ഡിപ്രഷൻ അടിക്കൂല. ആൽബർട്ടയിലൊക്കെ ഞാൻ ആൽബർട്ടയിലോട്ടല്ല പോകുന്നത്. അറിയാൻ ചിലപ്പോ BC ആയിരിക്കും, ചിലപ്പോ ന്യൂ ബേൺസ്വിക്ക് ആയിരിക്കും. വേറൊരു കാര്യമുണ്ട് ബ്രോ, ഈ സ്കാർബ്രോയിൽ കിടക്കുന്ന ഒരു ഇത് കിട്ടൂല ബ്രോ. അതെന്തായാലും കിട്ടില്ല. അത് എല്ലാവരും വന്ന് ഇറങ്ങുന്ന സ്ഥലമല്ലേ ഇവിടെ. കാരണം ഇവിടെ മലയാളീസ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും മലയാളീസ്, ഇന്ത്യക്കാര്, ചഞ്ചാവികള് എല്ലാം ഉണ്ട്. ലോക്കൽ ഇന്ത്യ അത് തന്നെ. അർജുന നമുക്കേ ഇപ്പൊ ടിക്കറ്റ് അടിക്കുമ്പോഴേ അവരെങ്ങനെയാണ് സിഗ്നൽ ഈ പോലീസുകാര് ഈ വണ്ടി ബാക്കിൽ നിന്ന് കാണിക്കുന്നത്? ഇങ്ങനെ ബാക്കി വന്നിട്ട് ലൈറ്റ് ഇടും. സൗണ്ട് ഇടാതെ ലൈറ്റ് ഇടും. സൗണ്ട് ഇടാതെ നമ്മൾ ഇതിൽ കാണും. നമ്മളിങ്ങനെ പോവാണെങ്കിൽ വിഷയമില്ല. നമ്മളിങ്ങനെ നമ്മുടെ സൈഡിലോട്ട് ഒതുക്കി നിർത്തണം. അപ്പൊ ലൈറ്റ് കാണിക്കും. ഓരിങ്ങനെ ക്രോസ് ചെയ്തൊന്നും ഇടൂലല്ലോ. ഓരിങ്ങനെ ബാക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കണ്ടേ? അപ്പൊ ഓരിങ്ങനെ ഇങ്ങനെ ഇടുകണ്ട് നമ്മൾ സൈഡിലേക്ക് ആക്കുക. സൈഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ നിർത്തുക. നമ്മള് നമുക്ക് വേണ്ടിട്ടാണെങ്കിൽ ഒരു സൈഡിലേക്ക് ആക്കും. നമ്മളല്ലെങ്കിൽ ഓരെന്ത് ചെയ്യും? അതേപോലെ വണ്ടി എടുത്ത് പോകും. മീൻസ് ഹോണൊന്നും അടിക്കും. ചിലപ്പോ ഹോൺ അടിക്കൂല, കൊറേ കണ്ടിട്ട് നിർത്തിയില്ലെങ്കിൽ. ഒരു പരിധിക്കുള്ളിൽ നിർത്തണം, അല്ലെങ്കിൽ അമ്മര് ഒന്ന് ഇത് കുറുക്കെ പിടിച്ചു. അതായത് നമ്മളിങ്ങനെ ഗ്ലാസ് നോക്കണ ചിലപ്പോ അവർക്ക് കാണാൻ കഴിയുന്നൊക്കെ ഉണ്ടാവും. നമ്മള് ഗ്ലാസ്സിൽ നോക്കിയിട്ട്